നമസ്കാരം, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 25ാമത്തെ ദിവസമായി. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോയത് അല്ലേ? കേവലം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിഹാസ കാവ്യമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ആദികാവ്യം എന്നറിയപ്പെടുന്ന രാമായണത്തിന്റെ മുഴുവൻ കഥയാണ്. ഇപ്പൊ നമ്മളൊരു 3/4 ഭാഗത്തോളം ആ കഥ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഒട്ടും വൈകിപ്പിക്കണ്ട, ഇന്നലത്തെ ബാക്കി കഥയിലോട്ട് നമുക്ക് പോവാം. ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഹനുമാന്റെ വാലില് ഭടന്മാര് തീ കൊളുത്തുന്നത് വരെയായിരുന്നു. അപ്പൊ എന്തായി? വിഭീഷണൻ എന്ന് പറയുന്ന രാവണന്റെ അനിയൻ വന്നിട്ട് ദൂതനെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാവണൻ പറഞ്ഞു, ഈ വാനരന് കൊടുക്കുന്ന ശിക്ഷ മറ്റെല്ലാവർക്കും മാതൃകയാവണം. ഇവന്റെ വാലില് തീ കൊളുത്തിയിട്ട് ഇവൻ ഇവിടുന്ന് നാട് മുഴുവൻ ചുറ്റിച്ചിട്ട് പറഞ്ഞയക്കണം എന്ന് രാവണന് ആജ്ഞയിട്ടപ്പോൾ എന്തായി? ഭടന്മാര് തുണിയൊക്കെ കൊണ്ടുവന്ന് ഹനുമാന്റെ വാലിലൊക്കെ അങ്ങനെ ചുറ്റിയിട്ട് അവിടെ കത്തിക്കാൻ പോവാണ്. തുണി കൊണ്ടുവന്ന് ഹനുമാന്റെ വാലിൽ ഇങ്ങനെ ചുറ്റുണ്ട് വാലിങ്ങനെ നീളുണ്ട്. അതായത് തുണി കൊട്ടാരത്തിൽ നിന്ന് എത്ര തുണി കൊണ്ടുവന്ന് ഹനുമാന്റെ വാലിൽ ചുറ്റിയിട്ടും ചുറ്റൽ കഴിയണില്ല. ഇവര് ചുറ്റും തോറേ ഹനുമാന്റെ വാലിന് നീളം കൂടി വരികയാണ്. എന്നിട്ട് തുണി ചുറ്റൽ അവര് നിർത്തി, മതിയാക്കി. അത്ര തുണിയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് തുണി ചുറ്റൽ മതിയാക്കി. എന്നിട്ട് എണ്ണ കൊണ്ടുവന്ന് ആ തുണീന്റെ മീത് ഒഴിക്കുകയാണ്. എണ്ണ കൊണ്ടുവന്ന് ഒഴിക്കുമ്പോഴോ എത്ര ഒഴിച്ചിട്ടും ആവണില്ല. എന്നിട്ട് കൊട്ടാരത്തിലുള്ള മുഴുവൻ എണ്ണയും കൊണ്ടുവന്ന് അവിടെ ഹനുമാന്റെ വാലിൽ ഒഴിച്ചു. തീ പിടിക്കണ്ടേ തീ കത്തിക്കുമ്പോ? എന്നിട്ടോ തീ കൊണ്ടുവന്ന് കത്തിച്ചു. ഹനുമാൻ എന്ത് ചെയ്തു? വന്നിട്ട് ഹനുമാനെ പുറത്തേക്ക് നിർത്തിയപ്പോ എന്ത് ചെയ്തു? ഹനുമാൻ പെട്ടെന്ന് ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ പാശം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചിട്ടുണ്ട്. ഹനുമാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ആ തീ പിടിച്ച സെക്കൻഡിൽ തന്നെ കയറൊക്കെ ബ്രഹ്മാസ്ത്രത്തിന്റെ പാശമൊക്കെ എന്ത് ചെയ്തു? പൊട്ടിച്ചു. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിന്റെ പാശമൊക്കെ പൊട്ടിച്ചിട്ട് ഇത്രയ്ക്കൊക്കെ ദുഷ്ടത്തരം ചെയ്യാൻ മാത്രമായോ നിങ്ങൾ രാക്ഷസന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട് ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആകാശത്തേക്ക് പൊങ്ങിയിട്ടോ രാമഭക്തനായിട്ടുള്ള വിഭീഷണന്റെ വീടും സീതാദേവി ഇരിക്കുന്ന അശോകവനവും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വാലിലുള്ള തീ പടർത്തി. എങ്ങനെയപ്പോ തീ പടർത്തുക? ഒരു കൊട്ടാരത്തിന്റെ മുകളിൽ പോവാ, അവിടുന്ന് അപ്പുറത്തെ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് ചാടുക, അവിടുന്ന് അതിന്റെ അപ്പുറത്തെ അങ്ങനെ ചാടി ഹനുമാന്റെ വാലിലുള്ള തീ അവിടെ എല്ലാവിടെയും പടർന്ന് ലങ്കാ നഗരമാകെ ഇങ്ങനെ ആളിക്കത്തുകയാണ്. അത് സാധാരണ നമ്മുടെ വീടൊക്കെ പോലത്തെ വീടും നഗരമാണോ? സ്വർണം കൊണ്ടുള്ള കൊട്ടാരങ്ങളും നഗരമാണ് ലങ്കയിലുള്ളത്. ആ സ്വർണ്ണമൊക്കെ ഇങ്ങനെ നിന്ന് ആളിക്കത്തുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് രാവണനാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ അയ്യോ അബദ്ധമായല്ലോ ഈ വാനരനെ ഇങ്ങനെ വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആർത്തിങ്ങനെ കരയാണ്. അപ്പോഴേക്കും ഹനുമാൻ എന്ത് ചെയ്തു? അവിടെ കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് പോയി കടലിലൊക്കെ പോയിട്ട് വാലില് തീയൊക്കെ കെടുത്തിയിട്ട് പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് ത്രികൂട പർവ്വതത്തിൽ അപ്പുറത്തേക്ക് അങ്ങോട്ട് കടൽ കടക്കാൻ വേണ്ടിയിട്ട് ചാടുകയാണ്. അങ്ങനെ പറന്ന് പോയി കുറേ ദൂരം പറന്നപ്പോഴേക്ക് അതാ അവിടെ നിൽക്കണു കൂടെ വന്നിട്ടുണ്ടായിരുന്ന അങ്കദനും ജാമ്പവാനും മറ്റ് വാനരന്മാരും ഒക്കെ. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തുള്ള മഹേന്ദ്രഗിരിയിൽ പോയിട്ട് ലാൻഡ് ചെയ്തിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് ഇതുവരെ പോയപ്പോൾ നടന്ന സംഭവം, അവിടെ എത്തിയപ്പോൾ നടന്നത്, നേരിടേണ്ടി വന്ന പ്രശ്നങ്ങള്, പിന്നീട് സീതാദേവിനെ കണ്ടപ്പോൾ സീതാദേവി പറഞ്ഞ കാര്യങ്ങൾ, പിന്നീട് ഹനുമാൻ അവിടെ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായിട്ട് ആ വാനരന്മാരോടൊക്കെ പറഞ്ഞു. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. കാരണം അവരെല്ലാവരും നിരാശയോടെ ഇരുന്നതായിരുന്നു. ഇനി മരിക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് അത്രയും നിരാശയിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു അങ്കദനൊക്കെ അല്ലേ. അപ്പൊ അവിടുന്ന് എന്തായി? അവരെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി എല്ലാവരും. എന്നിട്ട് അവരെന്ത് ചെയ്തു? നേരെ ഇത് സുഗ്രീവനെയും ശ്രീരാമനെയും പോയി അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് അവര് നേരെ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർക്ക് ഇങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് കുറേ ദൂരം യാത്ര ചെയ്ത് പോണല്ലോ. അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത അവിടെ സുഗ്രീവനും രാമനും ഇരിക്കുന്ന സ്ഥലം എത്താനാവുമ്പോഴേക്ക് അവിടെ മധുവനം എന്ന് പറയുന്ന ഒരു വനമുണ്ട്. ആ വനം സുഗ്രീവന്റെ അമ്മാവന്റെ സംരക്ഷണത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്കദൻ യുവരാജാവാണല്ലോ. അപ്പൊ യുവരാജാവായിട്ടുള്ള അങ്കദൻ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് വാനരന്മാരും ഹനുമാനും അങ്കദനും ഒക്കെ ആ വനത്തിൽ കയറി പഴങ്ങളും ഒക്കെ ഭക്ഷിച്ച് വിശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടോ ഈ വാനരന്മാർ ഇങ്ങനെ ആർത്തുല്ലസിക്കുന്നത് കാണുമ്പോൾ ഒരു സംശയമൊക്കെ തോന്നി അവിടെ സുഗ്രീവന്റെ അമ്മാവന്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സുഗ്രീവനെ അറിയിച്ചു. അപ്പൊ സുഗ്രീവന് മനസ്സിലായി
ആ ഇവരിവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആർത്ത് ഉല്ലസിക്കണം എന്നുണ്ടെങ്കിൽ ഇവര് സീതാദേവിനെ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഇവരിങ്ങനെ ചെയ്യാൻ യാതൊരു വഴിയില്ല. അപ്പൊ എന്തായി, കൺഫേം ആരോ സീതാദേവിനെ കണ്ടിട്ടുണ്ടാവാൻ ഒരുമാരുടെ കൂട്ടത്തിൽ നിന്ന് കൺഫേം ആയി എന്ന് സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീരാമന് സന്തോഷമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഹനുമാനും അങ്കദനും ജാമ്പവാനും മറ്റു വാനരന്മാരും എല്ലാവരും ശ്രീരാമന്റെയും സുഗ്രീവന്റെയും അടുത്തേക്ക് വന്നു. വന്നിട്ട് ഹനുമാൻ വന്നിരുന്നിട്ട് ശ്രീരാമനോടും സുഗ്രീവനോടും പോയപ്പ മുതൽ തിരിച്ചിവിടെ എത്തണ വരെയുള്ള ഓരോ സെക്കൻഡും വളരെ വിശദമായിട്ട് വിവരിച്ചു പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ ഹനുമാനെ പോയി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു, സീതാദേവി അടയാളവാക്യമായിട്ട് പറഞ്ഞു കൊടുത്ത കാകവൃത്താന്തം, ആ ഒരു കഥ ഉണ്ടല്ലോ, ആ ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഥ, ആ കാകവൃത്താന്തം എന്ന് പറയുന്ന കഥയും അതുപോലെ തന്നെ സീതാദേവി മുടിയിൽ നിന്ന് അഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ചൂടാമണിയും ശ്രീരാമന് കൊടുക്കുകയാണ്. അത് കിട്ടി ആ കഥയും കൂടി കേട്ടപ്പോഴേക്ക് ശ്രീരാമന്റെ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അധികമായി തീർന്നു. കാരണം തന്റെ ഭാര്യ എവിടെയാണെന്നും ഒന്നും ഇത്ര കാലമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വിവരം കിട്ടി, ജീവനോട് ഇരിക്കുന്നുണ്ട്, തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ് ശ്രീരാമന് അത്രയ്ക്ക് സന്തോഷമാവാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇനി പെട്ടെന്ന് തന്നെ സീതാദേവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, യുദ്ധത്തിന് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് അതിന് ചർച്ചകളൊക്കെ ചെയ്യാണ്. എന്നിട്ട് അടുത്ത ദിവസം മുതൽ അവരവിടുന്ന് യാത്ര തുടങ്ങാണ് ലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ലേ. അപ്പം പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.